യദുചക്രവർത്തി ഒരിക്കൽ മഹാസിദ്ധനായ ദത്താത്രേയ ഭഗവാനെ കാണുകയുണ്ടായി. കൗബീനവന്ത ഖലു ഭാഗ്യവന്ത എന്ന് പറഞ്ഞതുപോലെ കേവലം ഒരു കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് എപ്പോഴും ആത്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയമായി. കാരണം തനിക്ക് പ്രജകളും പരിവാരങ്ങളും സ്വത്തുക്കളും പത്നിമാരും അനുചരന്മാരും ഇവരെല്ലാവരും ഉണ്ടായിട്ടും അങ്ങനെയൊരു സ്വസ്ഥതയൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഇദ്ദേഹം കേവലം വനവൃത്തിയായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നു. കൗബീനധാരി മാത്രമായിട്ടുള്ള ഇദ്ദേഹത്തിന് ഇത്രയധികം ഈ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്ന ഒരു ജിജ്ഞാസ അദ്ദേഹത്തിനുണ്ടായി. അപ്പം അദ്ദേഹം ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഈ സന്തോഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞു, അതിനെ എനിക്ക് സമാജത്തിൽ കുറേയധികം ഗുരുക്കന്മാർ, അവരിൽ നിന്നൊക്കെ ഞാൻ ഓരോ പാഠങ്ങൾ പഠിക്കുക ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ആ ഗുരുക്കന്മാർ? ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ചുറ്റും നമ്മൾ കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് പലതും കാണാനും ഉൾക്കൊള്ളുവാനുള്ള പാഠങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ആ ഒരു കണ്ണ് നമ്മൾ തുറക്കാത്തത് കൊണ്ടാണ് പലതും നമ്മൾക്ക് കാണുവാനും അറിയുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കാത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭൂമി എൻ്റെ ഒരു പ്രഥമ ഗുരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം പറയണം, അതിൻ്റെ കാരണം. എങ്ങനെയാണ് ഭൂമി ഗുരുവായത്? ഭൂമിയിൽ നിന്ന് എന്താണ് പഠിച്ച പാഠം എങ്കിൽ ആ ഭൂമി ക്ഷമയുടെ പര്യായമാണ്. കാരണം ഭൂമിക്ക് ക്ഷമ എന്നും കൂടി ഒരു പേരുണ്ട്. കുത്തിക്കിളച്ചാലും ഭൂമി പൂജ ചെയ്താലും കെട്ടിടം പണിതാലും അല്ല വിസർജ്യങ്ങൾ തള്ളാനുള്ള കുഴി കുത്തിയാലും ഭൂമി പ്രതികരിക്കുന്നില്ല. എല്ലാം സഹിക്കുന്നു, അംഗീകരിക്കുന്നു, എല്ലാത്തിനെയും താങ്ങുന്നു. പൂജ ചെയ്തവനും അദ്ദേഹത്തിൽ നിന്നുള്ള പ്രതികരണം ഒരുപോലെയാണ്. പൂജ ചെയ്യാതെ മാനിക്കാതെ ഇരുന്നവനോടും ഒരു തരത്തിലുള്ള വിരോധവുമില്ല. അപ്പം അങ്ങനെ ഭൂമി ഒരു ഗുരുനാഥനാണ്. പിന്നീട് ജലം ഒരു ഗുരുനാഥനാണ്. എന്താ ജലത്തിൽ നിന്ന് പഠിച്ച പാഠം? ഉണർവും അഴുക്കിനെയും ഉണർവ് നൽകുകയും അഴുക്കും മെഴുക്കും പിടിച്ചെടുക്കുകയും ചെയ്ത് തന്നിലെ നന്മയെ നൽകുക എന്ന ഒരു ധർമ്മമാണ് ജലം ചെയ്യുന്നത്. ശരിയല്ലേ? ഇവിടെ വലിയൊരു ഭാഗ്യം എന്താ അറിയോ? ഇപ്പോൾ തൃപ്രയാർ യജ്ഞത്തിന് പോയപ്പോൾ അവിടെ നവാഹായിരുന്നു. 2 ദിവസം കൂടി കൂടുതലുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ബന്ധമായി ആളുകൾക്ക്. തിരിച്ച് യാത്രയാകുമ്പോൾ അടുത്തുള്ള ആളുകൾക്കൊക്കെ സങ്കടമായി കേട്ടോ. പാവം ചില പറഞ്ഞു, സ്വാമിജി നിങ്ങളിവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു 10 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നമുക്ക് അത്ര പിടിച്ചില്ല. ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ ഒരു തോന്നല, കുന്തിപ്പൊഴിയും തൂക്കുപാലും ഒക്കെ കൂടി കാണുമ്പോൾ ഇരിക്കട്ടെ പറഞ്ഞു വന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒരു 3 മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ക്ഷണവും പോയി ഒരു നവജീവൻ കിട്ടിയതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ ഉന്മേഷത്തെ നൽകുന്നു, അഴുക്കും മെഴുക്കും വാങ്ങിയെടുക്കുന്നു, തന്നിലെ ആ ഒരു പോസിറ്റീവ് എനർജി അല്ലേ, ഒരു ഊർജം നൽകിയിട്ട് ആളെ പ്രാപ്തനാക്കി മാറ്റുന്നു എന്നൊരു ധർമ്മം ആര് ചെയ്യുന്നു? ജലം ചെയ്യുന്നു. പിന്നെ എന്ത് കലക്കിയാലും അതിനെ മാലിന്യങ്ങളെ അടിയിലേക്കാക്കിയിട്ട് പരിശുദ്ധിയെ മുകളിലേക്കാക്കും. ശരിയില്ലേ? ജലത്തിൻ്റെ പ്രത്യേകത എന്ത് കലക്കുണ്ടെങ്കിലും അത് കുറച്ചിങ്ങനെ അടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതിനെ മുഴുവൻ അടിയിലേക്കാക്കിയിട്ട് തൻ്റെ നന്മയെ മുകളിലേക്കാക്കുന്നു. അപ്പോൾ ഇതൊരു ക്വാളിറ്റി അല്ലേ? അതെ, ഏതുതരം വാസനകളോ എന്ത് വാർത്തകളോ എന്ത് കേട്ടാലും ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല, തന്നെ ബാധിക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് തൻ്റേതായിട്ടുള്ള ശൈലി ഇന്നതാണ് എന്ന ആ സ്വതസിദ്ധമായിട്ടുള്ളൊരു ശൈലിയിൽ ഇരിക്കുക, ഉയരുക എന്നൊരു ഭാഗം. വായു സർവവ്യാപകത്വമാണ്. ആരോടും ഒരു ബന്ധവുമില്ല വായുവിന്. സുഗന്ധവും വരാം, ദുർഗന്ധവും വരാം. പക്ഷേ കുറച്ച് നേരത്തെ അത് നിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ളൊരു വികാരവും ഇല്ലാത്തൊരവസ്ഥ. ശരിയല്ലേ? അതെ, ഒരു മണവും ഗുണവും ഇല്ലാത്തൊരു പ്രത്യേക ഭാവം. അപ്പം അതും ഒരു ഗുരു തന്നെയാണ്. സർവവ്യാപകത്വം. എന്നാൽ വായു ഇല്ലെങ്കിൽ വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിൽ കർത്തൃത്വ ഭോക്തത്വമൊന്നും ഇല്ലാതെ താനാണ് ഇതിൻ്റെ ആള് എന്ന നിലയിലുള്ള ഒരു പ്രകടനവും ഇല്ല. സത്യത്തിൽ എന്ത് കൊടുത്താലാ നമ്മൾ പ്രകൃതിക്ക് എന്ത് ചെയ്താലാ അധികമാവുക? ആലോചിച്ച് നോക്കൂ.
നമ്മൾ ഇത് പറയുമ്പോൾ ചിദാനന്ദപുരി സ്വാമി പറയേണ്ടായി, അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ താമസിക്കുന്ന ഒരു ഭക്ത സുഹൃത്തിനൊരു അസുഖം വന്നിട്ട് മിംസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു അത്രേ 10 ദിവസേ. അപ്പോൾ സ്വാമിയോടുള്ള ആദരവിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ചില ഡയറക്ടർമാർ സ്വാമിയുടെ ആരാധകന്മാരാണ്, അവർ ബില്ല് കൊടുക്കും, പൈസ വാങ്ങില്ല. അങ്ങനെ അപ്പോൾ ഓരോന്നിനും വെറുതെ ഒരു പരിശോധനയ്ക്ക് സ്വാമി നോക്കിയപ്പോൾ കണ്ടത് 20,000 രൂപ ഓക്സിജന് ചാർജ് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ അങ്ങനെയാണെങ്കിൽ എത്ര കോടി ഉറുപ്പയുടെ ഓക്സിജൻ നമ്മൾ വിഴുങ്ങി, ഇനി എത്ര നമ്മൾ വിഴുങ്ങാൻ കിടക്കണു? ഇതിനനുസൃതമായ എന്താണ് നമ്മൾ തിരിച്ച് പ്രകൃതിയിലേക്ക് ചെയ്തത്? എല്ലാത്തിൽ നിന്നും ഊറ്റുക എന്നല്ലാതെ എന്തെങ്കിലും നമ്മൾ തിരിച്ച് അതിനെ സ്നേഹിക്കുകയോ സേവിക്കുകയോ നൽകുകയോ ചെയ്യുന്നുണ്ടോ? ചിന്തിക്കേണ്ട ഭാഗമാണ്. ഒരു മണിക്കൂർ 3000 ടൺ ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു ആല് ചെയ്യുന്ന സേവനമെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഒരു തൈ നടുവാൻ സ്നേഹത്തോടുകൂടി നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ വളപ്പിലെങ്കിലും സത്യത്തിൽ പൊതുനിരത്തിലും വേണം. അമരന്മാർ മരങ്ങളായി തീരുന്നു എന്ന് പറഞ്ഞാൽ അനേകം ആളുകൾക്ക് ആശ്രയമായിരിക്കുന്നു. ആര്? അമരന്മാര്. ആദ്യകാലമൊക്കെ നല്ല നാടുവാഴികൾ, വഹതിരവും വിവരവുമുള്ള ആളുകൾ രാജ്യം ഭരിക്കുമ്പോൾ എന്താ ചെയ്തിരുന്നത്? ജനങ്ങളുടെ പഥികന്മാരുടെ സൗഖ്യം ആഗ്രഹിച്ചുകൊണ്ട് തണൽ മരങ്ങൾ, ഒന്നിനും പറ്റാത്ത ആസ്മാരോഗം വർദ്ധിപ്പിക്കുന്ന അക്കേഷ്യയും ഒക്കേഷ്യയൊന്നുമല്ല, ഇതൊക്കെ വേൾഡിലെ ആ ശത്രുരാജ്യങ്ങളുടെ ആസൂത്രണത്തിൻ്റെ ഭാഗമായി കൊണ്ട് സ്വാർത്ഥന്മാരായിട്ടുള്ള അധികാര സ്ഥാനങ്ങളിൽ കയറിക്കൂടിയിട്ടുള്ള മ്ലേച്ഛന്മാർ ചെയ്യുന്ന രാജ്യദ്രോഹപരമായിട്ടുള്ള ആസൂത്രണത്തിൻ്റെ കിമ്പളം പറ്റുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് തനിക്കും സമാജത്തിനും ഗുണമില്ലാത്ത സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. അതല്ല, നല്ല വരിക്കപ്പലാവ്, നല്ല മാമ്പഴങ്ങൾ, പുളി, ഇത്തരം സാധനങ്ങൾ, ആല്, ഇതല്ലേ വഴിയോരത്ത് ആദ്യം ഉണ്ടായിരുന്നത്? എത്ര ആളുകൾക്ക് ആശ്രയമായിരുന്നു? ചിന്തിക്കേണ്ട ഭാഗമാണ് എന്ന് പറയാണ്. അപ്പോൾ ഇതിന് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ശ്രമിക്കണ്ടേ. ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കണ്ട. ആരോ ഉണ്ടാക്കിയ വഴി, ആരോ നട്ടുപിടിപ്പിച്ച മരങ്ങളിലെ ഫലങ്ങളല്ലേ നമ്മൾ അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദേഹം വീഴുന്നതിന് മുമ്പ് എന്തെങ്കിലും സമാജത്തിനൊരു സേവ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റെപ്പ് വെക്കണ്ടേ? ആത്മപരിശോധന നടത്തുക തീർച്ചയായിട്ടും വേണം. ഇല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരാവും. വാങ്ങിയത് കൊടുത്താലാണ് മാന്യന്മാരാവുള്ളൂ. വാങ്ങുക മാത്രം ചെയ്തിട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ സത്യത്തിൽ അവന് പറയുന്ന പേര് സ്തേനൻ എന്നാണ്, കള്ളൻ എന്നാണ്. അപ്പോൾ അത് ചിന്തിക്കേണ്ട ഭാഗമാണ്. അപ്പം അങ്ങനെ വായുവും ബന്ധുവാണ്. അപ്പോൾ ഭൂമി, വായു, ജലം, ആകാശം എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുക, എല്ലാത്തിനെയും ഉൾക്കൊള്ളുക. അതിന് പരിധിയില്ലല്ലോ. അതേമാതിരി നമ്മുടെ മനസ്സിൻ്റെ ആ ശുദ്ധി, നമ്മുടെ വികാസം എല്ലാം ഏതുപോലെ ആയിരിക്കട്ടെ? ആകാശം പോലെ ആയിരിക്കട്ടെ. മനസ്സിലായില്ലേ? അനവധി വ്യക്തികളായിട്ട് പല സമ്പ്രദായത്തിലും സംസ്കാരത്തിലുമുള്ള ആളുകളായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടേണ്ടതായിട്ട് വന്നേക്കാം. അവരൊക്കെ അവരവരുടെ പക്വതയ്ക്കും വിവേകവും അനുസരിച്ചുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയുന്നുണ്ടാവാം. അതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും വേണ്ടത് മാത്രം എടുക്കുകയും വേണ്ടാത്തതിനെ തള്ളുകയും, പാവം അവൻ്റെ പക്വത അത്രയേ ഉള്ളൂ, നന്നാവട്ടെ എന്ന് ആന്തരികമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും ചെയ്യുവാനുള്ള മനോവികാസം ഉണ്ടാവുക. ആരെ പോലെ? ആകാശത്തെ പോലെ. അഗ്നി പരിശുദ്ധിയുടെ ഭാഗമാണ്. പ്രത്യക്ഷമാവുക അപ്രത്യക്ഷമാവുക എന്നുള്ളൊരു സ്വഭാവം അഗ്നിക്കുണ്ട്, ഭഗവാനെ പോലെ. അഗ്നിയുടെ വേറൊരു സ്വഭാവം എന്താ? എന്ത് വിടക്ക് കിട്ട സാധനമാണെങ്കിലും അഗ്നിയിലിട്ടാൽ അത് ശുദ്ധീകരിക്കപ്പെടുന്നു, മാറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു, ഭസ്മമാക്കി മാറ്റുന്നു. ഭസ്മം എന്ന് പരമാത്മാവിൻ്റെ പ്രതീകമാണ്, പരം തത്വമാണ്, മാറ്റമില്ലാത്ത അവസ്ഥയാണ്. മനസ്സിലായില്ലേ? അപ്പൊ തന്നെ സമീപിച്ച ഒരു വ്യക്തിക്ക് ആത്മബോധം നൽകിക്കൊണ്ട് അവനെ ശുദ്ധീകരിച്ച് അവനെ കൂടി ഉയർത്തുക എന്നത് തൻ്റെ ധർമ്മമാണ് എന്നൊരു പാഠം അഗ്നിയിൽ നിന്ന് പഠിക്കുന്നു. ചന്ദ്രൻ എപ്പോഴും ഒരേമാതിരി ഇരിക്കുമോ? ഇല്ല. ഒരു ദിവസം പൗർണമി, പിറ്റേ ദിവസങ്ങളിൽ എന്താ ചെയ്യുന്നത്? ഓരോ കലകൾ കുറഞ്ഞു വരുന്നു. ഒരു ദിവസം ഒന്നുമില്ല, അന്ന് അമാവാസി, പിറ്റേ ദിവസമോ ഓരോ കലകളായിട്ട് വർദ്ധിക്കുന്നു. അപ്പൊ ജീവിതം എന്ന് പറയുമ്പോൾ എപ്പോഴും അങ്ങനെ ഫുൾ മൂൺ മാതിരി ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? വളർച്ചയും ഉണ്ടാവും, തളർച്ചയും ഉണ്ടാവും. ചന്ദ്രന് ഇത് ബാധിക്കുന്നില്ല, ചന്ദ്രന്റെ കലകൾക്ക് ഇത് ബാധിക്കുന്നുള്ളൂ എന്നതുപോലെ ജീവിതത്തിൽ ഇതൊക്കെ സഹജമാണ് എന്ന ഭാവത്തിൽ നമ്മൾക്ക് ആനന്ദം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ മതിമറക്കാതെ കണ്ടും, ആശങ്കകൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ പരിതപിക്കാതെ കണ്ടും, സമഭാവന നിലനിർത്തിക്കൊണ്ട് ഭഗവാന്റെ ഇച്ഛ എന്ന നിലയിൽ, ഭഗവാൻ ഇന്നിപ്പോൾ എങ്ങനെയാണ് വെച്ചിരിക്കണം എന്ന നിലയിൽ എല്ലാത്തിനെയും ഉൾക്കൊണ്ട് സമരസപ്പെട്ടുകൊണ്ട്
ജീവിക്കുക എന്നതാണ് തൻ്റെ ധർമ്മം, അതാണ് നല്ലത് എന്ന പാഠം ചന്ദ്രനിൽ നിന്ന് പഠിക്കുന്നു. വൃദ്ധിക്ഷയം, ബിസിനസ്സിലും ചിലപ്പോൾ അതേമാതിരി തളർച്ചയുണ്ടാവും, വളർച്ചയുണ്ടാവും. എല്ലാ ദിവസവും ഒരേ കച്ചവടം കിട്ടുമോ? കിട്ടില്ല. ചില ദിവസം ആരും വന്നില്ല എന്ന് വരും. അപ്പം എന്ത് ചെയ്യാറിയോ? വായിക്കാം. ഒരു സ്ഥലത്ത് യജ്ഞത്തിന് പോയപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് പരാതി പറഞ്ഞു, സ്വാമിജി ഞാനിവിടെ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ പുറത്തുണ്ട്, സ്വാമിയുടെ സ്തുതികളൊക്കെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എന്താ ചെയ്യണം? ഞാൻ ശ്രദ്ധിച്ചില്ല. ആ സ്വാമി ഞാൻ ഇവിടെ പുസ്തകം വെച്ചിട്ടുണ്ട് മുമ്പിൽ. ശരി, പോകുമ്പോൾ അത് മടക്കി വെച്ചിരിക്കുന്നത് കാണാം, കുറച്ച് നിർത്തി വെച്ചിരിക്കണം, ആളെ ചിലപ്പോൾ അങ്ങനെ കണ്ടിട്ട് അത് ശരി, അതാണല്ലേ. എന്താ വിഷമമാണ്, ഗൾഫിലൊക്കെ ആയിരുന്നു, കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചില്ല, നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഇപ്പം അതെന്തോ ഇത് കുറച്ച് പുസ്തകമൊക്കെ വാങ്ങിയിട്ടല്ലേ, ചില 20% കമ്മീഷൻ കിട്ടും, ചിലതിൽ 25 കിട്ടും, ചിലത് 10 കിട്ടുള്ളൂ. അങ്ങനെ ജീവിച്ചു പോകണു. ഒരു കാര്യം ചെയ്യൂ, എന്തൊക്കെ പുസ്തകങ്ങളാണ് നോക്കുമ്പോൾ ഭാഗവത്തിൻ്റെ ചെറിയ വ്യാഖ്യാനങ്ങൾ, ദേവി മാഹാത്മ്യമുണ്ട്, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമമുണ്ട്, പിന്നെ മറ്റേ പഞ്ചതന്ത്രം കഥകൾ, അങ്ങനെ കുറേ കൗതുകമായിട്ടുള്ള സാധനങ്ങൾ, ശ്രീരാമ സഹസ്രനാമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങേക്ക് ഇഷ്ടം ആരോടാ? എനിക്ക് അങ്ങനെ കൃഷ്ണനോടാണ് ഇത്തിരി. ഇങ്ങനെ ഒരു കാര്യം ചെയ്യൂ, എന്നാൽ പിന്നെ അങ്ങയുടെ കയ്യിലുള്ള പുസ്തകം ഉണ്ടല്ലോ, ഇരിക്കട്ടെ, ഒരെണ്ണം എടുത്തിട്ട് കച്ചവടം ഇല്ലാത്ത സമയത്ത്, ആളൊഴിഞ്ഞ സമയത്ത്, ഗ്യാപ്പ് വരുന്ന സമയത്ത് വെറുതെ ഒന്ന് വായിക്കൂ. വിശ്വം വിഷ്ണു ഭക്ഷക്കാരോ ഭൂതഭവ്യോ ഭൂതഭൂതഭൃദ്ഭാവോ ഭൂതാത്മാവോ ഭൂതവാന വായിച്ചു തുടങ്ങിയപ്പോൾ എന്താ അറിയോ? കുറേ ആളുകൾ വന്നു, അദ്ദേഹത്തിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി, കുറേ പുസ്തകങ്ങൾ കച്ചവടമായി. മനസ്സിലായില്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു ഒഴിഞ്ഞ സമയം വരുമ്പോൾ നമ്മൾക്ക് ഉപാസനയിലൂടെ വളരാനായിക്കൊണ്ട് ഭഗവാൻ തന്ന റെസ്റ്റാണ് എന്ന ബോധത്തോടുകൂടി ആത്മബലവും അനുഷ്ഠാനവും വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മീയ ഊർജം നേടുവാനായിക്കൊണ്ട് ആ ഒഴിഞ്ഞ സമയത്തെ വിനിയോഗിക്കാം. ഇതാണ് അതിൻ്റെ ഭാഗം. കാരണം സമയം എന്നത് വീണ്ടും കിട്ടില്ല. അതുകൊണ്ട് വെറുതെ സമയം കളയരുത്. കിട്ടുന്ന സമയത്തെ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാവാൻ ശക്തമായിട്ടുള്ളൊരു ഉപാസനാമാർഗമാണ് ലിഖിത ജപം. നാമം എഴുതുക. അതുപോലെ കാരണം എന്താ? കണ്ണും കരളും കൈയും മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നു. അതോടുകൂടി ഹൃദയത്തിൽ ഇത് ആഴ്ന്ന് ലയിക്കുന്നു. അതിലൊരു ആത്മാർത്ഥത വേണം. ആരെങ്കിലും ബോധിപ്പിക്കാനാവരുത്. അങ്ങനെ പലതരത്തിൽ നമുക്ക് ഗവേഷണം ചെയ്യാം, അല്ലെങ്കിൽ പാടാം, അങ്ങനെ പല മാർഗങ്ങളുണ്ട്. പിന്നീട് തേനീച്ച ഒരു ഗുരുവാണ്. പിശുക്കന്മാരായിട്ടുള്ള ആളുകൾ എന്താ അറിയോ? നല്ല ഒന്നും വെക്കൂല, തിന്നൂല, ഒരാൾക്ക് കൊടുക്കൂല, അനുഭവിക്കൂല, അങ്ങനെ കഴിഞ്ഞുകൂടും. അവസാനം എന്താ അറിയോ? ഈ കോടീശ്വരന്മാരെ വലിയ ബിരുദന്മാരായിട്ട് കള്ളന്മാർ നോട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യണോ? അവര് എന്തെങ്കിലും ഒരു പ്രയോഗത്തിൽ അവനെ ഇല്ലാതാക്കിയിട്ട് സ്വത്തുകൾ അപഹരിക്കുന്നു. തേനീച്ചയെ പോലെ. തേനീച്ച എങ്ങനെയാണല്ലോ, വല്ലാണ്ട് അങ്ങോട്ട് സംഭരിച്ച് കൂട്ടും, അവസാനം അതിനെ കൊള്ളി വെച്ചിട്ട് അതിനെ എടുത്ത് കൊണ്ടുപോകുന്നു. അപ്പം ഇങ്ങനെ ആവരുത് എന്നൊരു പാഠം അതിൽ നിന്ന് പഠിച്ചു. മാടപ്രാവ്, പ്രാവിൻ്റെ സ്വഭാവം എന്താണ്? ബന്ധനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു വേടൻ ഒരു മാവിൽ വലവിരിച്ചു, പ്രാവ് വന്ന് കുടുങ്ങി. പ്രാവിനെ ജോഡിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയോഗക്കാരനാണ്, കുറെ കൂടും കൊടുന്ന് വെച്ചിട്ടുണ്ട്. സൂത്രശാലിയായിട്ടുള്ള പ്രാവ് എന്ത് ചെയ്തറിയോ? ആ ചത്തമാരി കിടന്നു. അപ്പോൾ ചത്തതിനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ചാവാത്തതിനൊക്കെ കൂട്ടിലിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേടൻ അങ്ങോട്ട് മാറിയപ്പോൾ പറന്നുപോയി. വളവാ വെച്ചു. നോട്ട് ചെയ്തു പുള്ളിക്കാരൻ. കുറേ കാലം പല സ്ഥലങ്ങളിലും കറങ്ങി, അവിടെയൊക്കെ ഫാമിലിയും സെറ്റപ്പായിട്ടൊക്കെ കൂടി ഇങ്ങോട്ട് തിരിച്ചിങ്ങനെ ഇവിടേക്ക് തന്നെ വന്നപ്പോൾ അവിടെ ഒരു മാവ് ഉണ്ടായിരുന്നല്ലോ. ഞാൻ അന്ന് പെട്ട മാവ്, എന്താ സ്ഥിതി നോക്കട്ടെ, വലയൊന്നും കാണാനില്ല. അപ്പം വേറെ അതിലിങ്ങനെ ഇരുന്ന് ആ മാങ്ങപ്പഴമൊക്കെ പറിച്ച് അങ്ങനെ മാവിൽ ചെന്ന് ഇരിക്കലും. ഇക്കുറി വേടൻ എന്ത് ചെയ്തിട്ടുണ്ടറിയോ? വളരെ നൈസായിട്ടുള്ള ബ്ലാക്ക് കളറുള്ള നേർത്ത നൂലും കൊണ്ട് വലയുണ്ടാക്കിയിട്ട് അവിടെ ഒട്ടലുകൾ വെച്ചിട്ടുണ്ട്. ഇക്കുറി പെട്ടു. അതെ, എന്താ അതിൻ്റെ താല്പര്യം അറിയോ? ഒരിക്കൽ ജന്മം കിട്ടി ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം എന്നത് തന്നെ പ്രാപിക്കുന്നതിന് പകരം ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിക്കാനായിക്കൊണ്ട് കിട്ടിയ ജന്മം ലോകസുലങ്ങളിൽ ഒട്ടിയ ശേഷം പാഴാക്കാതെ വിഷപനാശിനി നിന്നിലണച്ചൻ കഷ്ടത തീർക്കുക ദേവി നമസ്തേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നേറാനായിക്കൊണ്ട് പരിശ്രമിക്കണം. പുണ്യം ഭാരതഖണ്ഡത്തിൽ മർത്യജന്മം സുദുർലഭം, ആഹാരാതിസുഖം ജന്മമേതിലും സിദ്ധമായി വരാ, അന്യയോനികളിൽ പക്ഷേ സ്വർഗമോക്ഷങ്ങൾ കൈവരാ. അതിനാൽ മർത്യരായി വന്നോർ ധർമ്മം താനാചരിക്കണം.
കിട്ടാൻ ഞെരുക്കമാണേറെ പെട്ടെന്നുടയും മാനുഷം തനു ആത്മസാക്ഷാത്കാരമത്രേ നേടേണ്ടത് കിട്ടിയാൽ. അതിനുള്ളതാണ് ജന്മം, അതിനുള്ളതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൗതികമായിട്ടുള്ള പലതരത്തിലുള്ള വ്യാപാരങ്ങളും കുടുംബം കുട്ടിയും ഒക്കെ വേണം. പക്ഷേ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതാവരുത്, അതിൽ നിൽക്കരുത്. അതിൻ്റെ അപ്പുറം എത്തേണ്ടവിടെ എത്തണം. ഈ ഒരു പാഠം. പെരുമ്പാമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞു ആഹാര സമ്പാദനത്തിൻ്റെ രീതി. ആലി പറന്നിട്ട് ബേജാറായിട്ട് നേരെ തൂണുമില്ല വിശ്രമമില്ലാതാണ്ട് ഓടി നടന്ന് സമ്പാദിക്കുക. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞുകൂടാൻ വേണ്ടി, ശാപ്പാടിന് വേണ്ടിയിട്ടാണെന്ന് പറയും. ശാപ്പാട് കഴിക്കാണ്ട് ഉണ്ടാക്കി കൂട്ടും. അവസാനം എന്തായി? ശാപ്പാട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൂട്ടിയ പണം രോഗത്തിൻ്റെ പരിഹാരത്തിനായിക്കൊണ്ട് അല്ലേ, തിന്നാതെയും കുടിക്കാതെയും ഉണ്ടാക്കിയത് അവസാനം ശരീര പോഷണത്തിനായിക്കൊണ്ട് തന്നെ ചെലവഴിക്കേണ്ടതായിട്ട് വരുന്നു. ആസ്വാദനം ഉണ്ടായോ? ഇല്ല. പൂർവഭാവം എന്നത് ഭൂതകാലം അല്ലേ, പാസ്റ്റ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഫ്യൂച്ചർ നമ്മുടെ കയ്യിൽ അല്ല, എന്തും സംഭവിക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? പ്രസന്റാണ്, വർത്തമാനമാണ്. അതുകൊണ്ട് കഴിഞ്ഞതിനെ പറ്റി പരിതപിക്കാതെ കണ്ടും വരാനുള്ളതിനെ പറ്റി അന്ധമായി പ്രതീക്ഷിക്കാതെ കണ്ടും ഇപ്പോ ഉള്ള സാഹചര്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് പോവുക. ഈ ഒരു തത്വം, ഇതാണ് പെരുമ്പാമ്പ്. കാരണം തനിക്കുള്ളത് തൻ്റെ അടുത്ത് വരും, തനിക്കില്ലാത്തത് എത്ര കഷ്ടപ്പെട്ടാലും കിട്ടുകയുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? കിട്ടിയതിനെ മാക്സിമം യൂസ് ചെയ്യുക, ശാന്തനായിട്ടിരിക്കുക. ഇതാണ് പെരുമ്പാമ്പിൻ്റെ സ്വഭാവം. പിന്നീട് സമുദ്രം എല്ലാത്തിനെയും ഉൾക്കൊള്ളുക. മുത്തുരത്നങ്ങളൊക്കെ ഉണ്ട്, അടിയിലാണ്. വലിയ മൂല്യമുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ. അതിന് അർഹതയുള്ള ആളുകൾ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ ഭാഗവതം പഠിച്ചപ്പോൾ നല്ല കാര്യമാട്ടോ, അതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറച്ച് ആളുകളെ മനസ്സിലാക്കിപ്പിക്കുകയും വേണം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താ, നമുക്ക് വാട്സപ്പിലും ഇതിലൊക്കെ എങ്ങനെ കൊടുത്തിട്ട് കുറച്ച് യൂട്യൂബോ അല്ലേ, വളഞ്ഞ രൂപന് എന്താ പറയുക, യൂട്യൂബ്, അതിലൊക്കെ കൊടുത്താൽ കാശും കിട്ടും, ഫേമസ് ആവുകയും ചെയ്യാം എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് കാര്യമായിട്ട് അകത്താക്കാതെ കണ്ട് പ്രചാരത്തിന് വേണ്ടി പുറത്ത് വിളമ്പാൻ നിന്ന് എന്താവും? ബബ്ബെന്നാവും, അന്തം പെടും. അതേസമയം യോഗഭാഗ്യങ്ങളുള്ള അർഹരായിട്ടുള്ള ശിഷ്യന്മാര് ഗുരുവിനെ തേടി മനസ്സിലാക്കി ചെകഞ്ഞു നോക്കി വന്ന് പുറകെ കൂടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള മുത്തേറ്റവും അടിയിലാണല്ലോ, ആഴ്ന്ന് മുങ്ങി പിടിച്ചെടുത്തോളും. മനസ്സിലായോ? ഉള്ളത് അവിടെ ഇരിക്കട്ടെ, അതിങ്ങനെ പുറത്ത് പ്രടിച്ച് ബെബ്ബെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും നിൽക്കണ്ട. നമ്മൾക്ക് ആദരവ് എപ്പോഴാണോ വേണ്ടത്? ആർക്കറിയാം? അനന്തനാരായണൻ അറിയാം. അദ്ദേഹം ആ സന്ദർഭത്തിൽ നമ്മൾ സ്വയം എക്സ്പോസ്ഡ് ആവണ്ട, അദ്ദേഹം ആക്കിക്കോളും. നമ്മുടെ ധർമ്മം എന്താ? അദ്ദേഹമായിട്ട് ചേർന്നിരിക്കുക. എന്തിനാ പരിഭ്രമം? അങ്ങനെ ശാന്തമായി പോവുക എന്ന് പറയാണ്. സമുദ്രത്തിൻ്റെ ഭാഗം ഈയാമ്പാറ്റ. എന്താ അറിയോ? വലിയ പരസ്യങ്ങൾ കണ്ടാ അതിൽ വീഴരുത്. മനസ്സിലായോ? വലിയ മാർഗനിർദ്ദേശ ബോർഡുകളും വേഷം കെട്ടിയിട്ടുള്ള രൂപങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവതാരാണ് ഗതാരാണെന്നൊക്കെ പറഞ്ഞ് പോയി പെട്ട് കഴിഞ്ഞാൽ അവസാനം വിഷമിക്കും. നല്ല നല്ല സാധനങ്ങൾക്ക് വലിയ പരസ്യം ഉണ്ടാവില്ല, അതിൻ്റെ ആവശ്യമില്ല. കൂടുതൽ പരസ്യം വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉടായ്പുണ്ട് എന്ന് മനസ്സിലാക്കണം. 24% പലിശ നിങ്ങൾക്ക് തരും. പ്രത്യേകമായിട്ട് നറുക്കെടുപ്പുണ്ട്. അതിൽ ഓരോ കിലോ വീതം സ്വർണ്ണമാണ് സമ്മാനമായി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ, ടോട്ടൽ ഫോർ യു എന്ന് പറഞ്ഞപ്പോൾ ഉള്ളതൊക്കെ വെട്ടുപേർക്ക് അവിടെ കൊണ്ടുപോയിട്ട് അവസാനം എന്തായി? മുങ്ങി. ടോട്ടൽ ഫോർ ദം, അവർക്ക് വേണ്ടിയിട്ട്. അതിന് കുറേ രാഷ്ട്രീയക്കാർ, അതിന് പറ്റിയ വലിയ ഉന്നതന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുക്കാൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കമ്പനീനെ തുടങ്ങണത്. അതിമോഹികളായിട്ടുള്ള ആളുകൾ ഇതിൽ പെടുന്ന അവർക്കറിയാം, കേസ് കൊടുക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വലിയ പരസ്യവും വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ അതിൽ പെടരുത്. ആരെ പോലെ? ഈയാമ്പാറ്റെ പോലെ. കാരണം തീ കണ്ടു കഴിഞ്ഞാൽ പോയി വട്ടിട്ട് പറക്കും, അതിൽ വീണ് ചത്തുപോണോ? ചിന്തിക്കേണ്ട ഭാഗമാണ്. പിന്നീട് വണ്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, തേൻ നുകരുന്നു. തേൻ നുകർന്നിട്ട് ആവശ്യത്തിനുള്ള കുടിച്ച് പറക്കല്ലേ വേണ്ടു? ആവില്ല. ചിലരങ്ങനെയാണ്. ലേശം എന്തെങ്കിലും കഴിച്ചാൽ ക്ഷീണത്തിന് മാറ്റം വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ ക്ഷീണത്തിന് മാറ്റം വന്ന് പോയിക്കൂടെ? ഇല്ല. അതിലങ്ങോട്ട് ആഴ്ന്ന് ലയിച്ചിട്ട് കണ്ണും കരലും ഒന്നിനും വയ്യാതെ പെപ്പേന്നായിട്ട്. അപ്പോൾ അസ്തമന സന്ദർഭത്തിൽ പൂവ് വീണ്ടും കൂടുന്നു. അപ്പം എന്തായി? വണ്ട് ഇതിനകത്ത് പെട്ടു.
മനസ്സിലായില്ലേ? അങ്ങനെ ജീവൻ പോയി, പുറത്ത് കിടക്കാൻ പറ്റാതെ. അപ്പോൾ ഒന്നിനോടും നമുക്കൊരു അഡിഷൻ വരരുത്, അടിമത്വം വരരുത്. നമ്മുടെ കാര്യങ്ങൾക്ക് വിഷയങ്ങളെ അനുഭവിക്കാമെന്നല്ലാതെ വിഷയത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. ഈ ഒരു പാഠമാണ് വണ്ടിൽ നിന്ന് പഠിക്കേണ്ടത്. ആനയുടെ പ്രശ്നം എന്താണ്? ആന നല്ല ബുദ്ധിയുള്ള ജീവിയാണ്, മണം പിടിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ ഈ പരിചയമില്ലാത്ത വഴി കൂടെയും പാടത്തുകൂടെയൊക്കെ കടക്കേണ്ടി വന്നാൽ ആന ഒരു കമ്പെന്തെങ്കിലും പൊട്ടിച്ചെടുത്തിട്ട് അതിനെ ഇങ്ങനെ കുത്തിയിട്ടാണ് നടക്കുക. മനസ്സിലായില്ലേ? വടികുത്തി നടക്കുന്നത് ബാലൻസ് കിട്ടാതിരിക്കാനല്ല, നിലത്ത് വല്ല പൂന്തലുണ്ടോ, പൂന്തക്കണ്ടാണോ, ചതുപ്പാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. പക്ഷേ രസികന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യോ, ഒരു പിടിയാനയെ, ഒരു താപ്പാനയെ വിട്ടിട്ട് ഇദ്ദേഹത്തിന് മുമ്പിലൂടെ നടത്തുന്ന സമയത്ത് അതിന് താകൃതി തിത്തകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ആ കൊമ്പിട്ടിട്ട് പുറകെ പോകണം. അതോട് എന്തായി, വിഷയത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പെടും. ഏത് മാന്യന്മാരും രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ വാരിക്കുഴിയിൽ അകപ്പെടും. അപ്പം അത്തരം മോഹന കാര്യങ്ങളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു പാഠം ആരിൽ നിന്ന് പഠിക്കണം? ആനയിൽ നിന്ന് പഠിക്കണം. പിന്നെയോ മാൻ, കേട്ടത് മുഴുവൻ വിശ്വസിക്കരുത് കേട്ടോ. മാൻ്റെ സ്വഭാവം കേൾവി തകരാറുണ്ടാക്കുന്നതാണ്. സംഗീതവും നല്ല വാദ്യവും കാര്യങ്ങളും കേട്ടാൽ മാനിങ്ങനെ കാതോർക്കും. അതോടിട്ട് എന്തായി, വേടൻ വന്നിട്ട് അതിനെ പിടിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം കാത് നമ്മളെ പറ്റിക്കും എന്ന് പറയുമ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിനാണല്ലോ രണ്ട് കാത് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടയുണ്ട്. എന്താ അറിയോ, ഇത് കൂടെ കേട്ടിട്ട് വിടേണ്ടത് വിടണം, ചിലത് ഇറക്കവും വേണം. അപ്പം കേട്ടിട്ട് വിടേണ്ടതിനെ കേട്ടിട്ട് വിടുക, ഇറക്കേണ്ടതിനെ ഇറക്കുക എന്നൊരു പാഠം അതിൽ നിന്ന് പഠിക്കൂ. കാതിൽ നിന്ന് പഠിച്ചു. കാതിൻ്റെ പ്രതീകമായിക്കൊണ്ട് മാൻ. മത്സ്യം, നാവിൻ്റെ രുചിക്കനുസരിച്ച് നമ്മൾ ജീവിക്കരുത്. ഫാസ്റ്റ് ഫുഡിൻ്റെ സ്ഥലത്തൊക്കെ പോയിട്ടൊക്കെ രുചി സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ അവസാനം വയറ്റിലെണ്ണം വരും, രോഗിയായിട്ട് മാറും. മുകുളങ്ങളെ രസിപ്പിക്കുവാനുള്ള ടേസ്റ്റ് മേക്കർ സാധനങ്ങളൊക്കെ കൂട്ടി കണ്ണിക്കണ്ടതൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കണം. ഒന്ന്, നാവിൽ കൊടുക്കുന്ന ആൾ. രുചി മാത്രമല്ല, അതിൽ ഒരുപാട് തത്വമുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് ആദരവുണ്ടാക്കുവാനും അനാദരവുണ്ടാക്കുവാനും വാക്കിന് ശക്തിയുണ്ട്, നാക്കിന് ശക്തിയുണ്ട്. റെസ്പെക്റ്റ് ഉണ്ടാക്കുന്നതും വാക്ക് തന്നെ, നാക്ക് തന്നെ. ഇറസ്പെക്റ്റ് ഉണ്ടാക്കുന്നതും നാക്ക് തന്നെ, വാക്ക് തന്നെ. മനസ്സിലായില്ലേ? പല സന്ദർഭത്തിലും എന്ത് ചെയ്യുക, നാവടക്കിയിട്ട് മൗനം ദീക്ഷിക്കുക. വേണ്ടതിന് മാത്രം നമ്മൾ കമൻ്റ് ചെയ്യുക. എല്ലാത്തിനും അഭിപ്രായം പറയാനുള്ള ബാധ്യത നമുക്കില്ലല്ലോ, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. മിതം ച സാരം ച വജോഹി വാഗ്മിതഃ. മിതമായിരിക്കണം, സാരമായിരിക്കണം. ആരുടെ വാക്കിനാണ് സമൂഹം മതിപ്പ് കൽപ്പിക്കുക? തുളവായന്മാരായിട്ട് കണ്ടത് മുഴുവൻ അഭിപ്രായം പ്രപടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നും അല്ലേ? അവരുടെ മുമ്പ് നിന്ന് എസ്കേപ്പ് ആയികളായെന്ന് തോന്നും. അതേസമയം വളരെ മൗനിയായിട്ട് വേണ്ടതിന് മാത്രം ആവശ്യം വന്നാൽ മാത്രമേ നാവ് ചലിപ്പിക്കൂ എന്നൊരു വ്യക്തി ഉണ്ടെങ്കിലോ അദ്ദേഹത്തിൻ്റെ വാക്കിന് മൂല്യം കൽപ്പിക്കില്ലേ? ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. പിങ്കള വേശ്യാശ്രീ ആമ ചെയ്തത് സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറേ ആളുകളെ സന്തോഷിപ്പിക്കുവാനും തനിക്ക് സുഖം അനുഭവിക്കാനായിട്ടൊക്കെ വേഷം കെട്ടി നിന്നു. അങ്ങനെ രാത്രി സന്ദർഭങ്ങളാണ്, കസ്റ്റമേഴ്സ് വരും. അവർ വിചാരിക്കും വരുമോ എന്ന് പറഞ്ഞിട്ട് ഓരോ വണ്ടി നിൽക്കുമ്പോഴും ഇങ്ങനെ നോക്കി കൊണ്ട് നിന്നു. അവസാനം എന്തായി, നേരം വെളുക്കാരായി. 2:30, 3:30, 4 മണിയോട് കൂടിയിട്ട് എന്തായി, മറ്റേ ആര് വന്നു, ഷാരടി നമ്പീശം മുതലായിട്ടുള്ള ആളുകൾ, അമ്പലവാസികൾ വന്നു, മാരാര് അല്ലേ. എന്നിട്ട് എന്താ ചെയ്യണത്, ശംഖനാദം മുഴക്കുന്നു. ആദ്യത്തേത് ശംഖധ്വനി. അപ്പൊ കാതുകളിൽ നല്ലത് കേൾക്കണം, അതാണല്ലോ നമ്മുടെ പ്രാർത്ഥന. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്നെ പല ആളുകളും കേൾക്കുമ്പോൾ വയറിളക്കം വരും കേട്ടോ. ഇന്നലെയും മിനിഞ്ഞാന്നും അങ്ങനെ എന്തോ റെക്കോർഡ് കേട്ടമാതിരി തോന്നിയിട്ട് 2 തവണ പോയി കുളിക്കേണ്ടി വന്നു. അതെന്താ വെച്ചാൽ അതേസമയം പീലീലയുടെ ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. എന്ത് സുഖ കേൾക്കാൻ, ശരിയല്ലേ? അങ്ങനത്തെ ഗാനങ്ങളായിരിക്കണം നമ്മൾ കേൾക്കേണ്ടത്. ക്ഷേത്രങ്ങളിലും വെക്കേണ്ടത് അങ്ങനത്തെ ആയിരിക്കണം. വയറിളകണ പാട്ടൊന്നും വെക്കരുത്. അച്ഛ അച്ഛ രാവിലെ എണീച്ച എന്തിനാ പല്ല് തേക്കണേ, ഇങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടായിരുന്നു കുറേ കാലം. എന്തൊരു അലോരസാണത് കേട്ട്. ആ ജാതി സാധനങ്ങളൊന്നും വെക്കരുത്. അതേസമയം ആത്മോദ്ദീപനം ഉണ്ടാവുന്നതായിട്ടുള്ള ഗാനങ്ങളാണെങ്കിൽ നമ്മളത് കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ഉണർവും ഉണ്ടാവണം, ഭക്തിയും വളരണം. മനസ്സിലായില്ലേ? അത്തരം സ്തുതികൾ
പുലരാനേഴര നാഴികയിൽ കാറ്റിൻ പുളകത്തിലൂടെ ഒഴുകി വരും പുളകാങ്കുരം നോൽക്കും ശംഖനാദം. അപ്പം ആ ശംഖനാഥാണല്ലേ കേശവനുണ്ണീതൻ സുന്ദര രൂപം കേശാദിപാദം എണ്ണ തേച്ചോ. അപ്പം ഇത്തരം റെക്കോർഡുകൾ സംഘടിപ്പിക്കണമെങ്കിലും അത്തരം റെക്കോർഡുകൾ പ്ലേ ചെയ്യണമെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കൊരു നന്മയും വേണം, സംസ്കാരവും വേണം, അറിവും വേണം, ബോധവും വേണം, വഹതിരിവും വേണം. പ്രധാനമാണ്. ശബ്ദത്തിന് സ്വാധീന ശക്തിയുണ്ട്. മംഗളകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം കേൾക്കേണ്ടത്, കേൾപ്പിക്കേണ്ടത്. ഇങ്ങനെയാണ് ആ ഭാഗങ്ങൾ. അതും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവളത് കേട്ടു. കേട്ടപ്പോൾ എന്താ അറിയോ? എന്താ പറഞ്ഞത്? ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇന്നീ കണ്ട തടിക്കു വിനാശകം, ഇന്ന നേരമീതേതോ അറിഞ്ഞില്ല. അവസാനം എന്താ പറഞ്ഞു? ഇത്തപോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. ഭഗവാനെ, വെറുതെ ഉറക്കമൊഴിച്ചിട്ട് ഞാൻ എൻ്റെ ദിവസം പാഴാക്കിയല്ലോ എന്ന കുറ്റബോധത്തോടു കൂടിയിട്ട് ഹരേ എന്ന് അവളുടെ ചിന്ത എന്തിലേക്ക് വന്നു? ഭഗവാനിലേക്ക് വന്നു. അതോടുകൂടിയിട്ട് എന്തായി അറിയോ? ഭഗവത് പ്രാപ്തി ഉണ്ടായി. അപ്പോൾ ഭഗവാന്റെ ഒരു വിശേഷം എന്താ അറിയോ? അങ്ങനെയാണോ ഇങ്ങനെയാണോ എങ്ങനെയാണോ കഴിഞ്ഞതെന്ന് നോക്കില്ല, ഇപ്പം എങ്ങനെയാണെന്നാ നോക്കുക. മനുഷ്യന്മാരങ്ങനെയല്ല. എത്ര നന്മ പ്രകടിപ്പിച്ചാലും എത്ര നല്ലത് ചെയ്താലും എൻ്റെ ഒരു പഴയ ചരിത്രം എനിക്കറിയാന്നാ പറയാ. പഴയത് പോയി തോണ്ടി നോക്കും. ആരാ അത് പറഞ്ഞത്? ഇല്ല. അപ്പോൾ ഭഗവാന്റെ ഒരു മഹാത്മാക്കളുടെയും സംസ്കാരം എന്താണ്? എപ്പോഴോ എങ്ങനെയായിരുന്നു എന്ന് അവിടെ ബാധകമല്ല, ഇപ്പോ എങ്ങനെ, ഇതാണ് ഭാവം. അങ്ങനെ അവൾ നന്നായി. ഞാറക്കിളി തന്നേക്കാൾ വലിയ ഒരു മാംസകഷ്ണം കിട്ടിയപ്പോൾ അത് കൊത്തി പറന്നു പോയപ്പോൾ കഴുകന്മാരും പുറകെ കൂടി. അപ്പോൾ അയ്യോ ഉപദ്രവിക്കരുത് കേട്ടോ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ ഈ സാധനം ചോട്ടിലേക്ക് വീണു. ചോട്ടിലേക്ക് വീണപ്പോൾ എന്തായി? എല്ലാവരും പോയി. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടിയും മക്കളും ഒക്കെ ഇല്ലാതൊക്കെ അങ്ങനെ ഇങ്ങനെ കുറേ കാശുണ്ടാക്കി കഴിഞ്ഞു കൂടുകയാണെങ്കിലേ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തും അനുഭവിച്ചിട്ടൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുറേ എണ്ണം പുറകെ കൂടും. അവസാനം തന്നെ തകരാറാക്കിയിട്ട് അത് കൊണ്ടുപോകുന്നതിനും കാരണമായിട്ട് മാറും. അപ്പോൾ ഭക്തബന്ധം വിവേകാനന്ദ സ്വാമിയോട് വിവാഹം കഴിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ച മറുപടി എന്താ അറിയോ? കേവലം ഒരു പെണ്ണിനും 2 3 കുട്ടികൾക്കും വേണ്ടിയിട്ട് എൻ്റെ അമൂല്യമായിട്ടുള്ള ജന്മം പാഴാക്കണമെന്നാണ് ചോദിച്ചത്. APJ അബ്ദുൽ കലാം ഫാമിലി മാനൊന്നുമല്ല, പക്ഷെ എത്ര മക്കൾ, എത്ര സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായി. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് പരിമിതമായ ഗൃഹത്തിൽ ഒതുങ്ങണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതായിക്കോട്ടെ. പക്ഷെ അതിൻ്റെ ഒപ്പം ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള മനോവികാസം, സ്നേഹവും നമ്മൾക്കുണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയാലും നമ്മൾക്ക് കസേര ഉണ്ടാവും. മൂകാംബികയെ പോയപ്പോഴും നമ്മൾ പറഞ്ഞു സ്വാമിജി വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിച്ച് സൗകര്യമൊരുക്കുന്ന ഗൃഹനാഥന്മാരുണ്ട്, ആശ്രമങ്ങളുണ്ട്. കന്യാകുമാരി പോയാലുമുണ്ട്, ബോംബെ പോയാലുമുണ്ട്. ബോംബെ എന്നതാ പുന്തി ഒന്നും കൂടി വന്നു. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഭക്തന്മാർക്കൊന്നും ശേഖരിക്കാൻ ഭഗവാൻ അതിന് പറ്റുന്ന ആളുകളെ അതത് സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടാവും. അവരിലൂടെ അതെ പ്രത്യേകിച്ചുമായിട്ട് സ്വകാര്യ സമ്പാദ്യമില്ലെങ്കിൽ ലോകത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ നമ്മുടേതാവാം. ഈ ഒരു തത്വമാണ് പഠിക്കേണ്ടത്. പിന്നീട് ഒരു ചെറിയ കുട്ടിയുടെ കാര്യം എന്താണ്? നിഷ്കളങ്കത്വമാണ്. നിഷ്കളങ്കത്വം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല, സംഘർഷം ഉണ്ടാവില്ല, എപ്പോഴും ഹാപ്പി ആയിരിക്കും. കാരണം ആശങ്കകളില്ല. മനസ്സിലായില്ലേ? മുതിർന്ന ആളുകൾക്ക് വണ്ടിയുടെ EMI അടയ്ക്കണം, അത് വേണം ഇത് വേണം, അങ്ങനെ പല ചിന്തകളും സംഘർഷങ്ങളും ഉണ്ടാവും. അല്ലെങ്കിൽ വണ്ടി വലുതാക്കണം, അത് ചെയ്യണം, ഡ്രസ്സ് മാറ്റണം, ഇങ്ങനെ പല ആശകളും അതിനോടനുസരിച്ചുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടിക്കൊന്നും അറിയില്ല, പാവം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണോ, സന്തോഷമായിരിക്കണോ. അപ്പോൾ ഒരു പരമഹംസാവസ്ഥയാണ് എന്ന് പറയുന്നത്. നിഷ്കളങ്കത്വം, വേദനയില്ല, വിനോദമില്ല, അങ്ങനെ ഒരു സമഭാവത്തിൽ അങ്ങനെ പോകണമെന്ന് പറയുന്നത്. ചെറിയൊരു വിഷയം മതി ആഹ്ലാദിക്കാൻ.
മനസ്സിലായില്ലേ? ഒരു കുമാരി, ഏകയായിട്ടുള്ളൊരു കന്യക. അവളിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? വീട്ടിൽ പെണ്ണുതിരച്ചിലുകാർ വന്നു, അച്ഛനും അമ്മയും പണിക്ക് പോയിരിക്കുക, അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇരിക്കൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തറിയോ, പിന്നെ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അവൽ ഇടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചേ, അവൽ ഉണ്ടാക്കാം വിചാരിച്ചാൽ എന്നാലും തേങ്ങയിട്ട് വളയിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇടിക്കാൻ തുടങ്ങിയപ്പോൾ ഒലക്കയും കൊണ്ട് കുത്തുമ്പോൾ കയ്യിൽ വളയുള്ളതുകൊണ്ട് കിടുകിടുന്ന ശബ്ദം ഉണ്ടാവുക. അപ്പോൾ ഓരോ വലകളായിട്ട് ഊരി മാറ്റിയിട്ട് സിംഗിൾ വളകളായപ്പോൾ എന്തായി? ഒച്ച നിന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ബഹളങ്ങൾ കൂട്ടം കൂടുമ്പോൾ പല ബഹളങ്ങളുണ്ടാവും, ഏകാന്തതയിൽ സൗഖ്യമുണ്ടാവും. അപ്പോൾ സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഈശ്വര ലാഭമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഏകരായിരിക്കുക. അനുഭവവും അനുഭൂതിയും അപ്പോഴാണ് കിട്ടുക എന്നൊരു പാഠം അതിൽ നിന്ന് പഠിച്ചു. ശരമുണ്ടാക്കുന്ന ആൾ ഏകാഗ്രത ഉണ്ടെങ്കിൽ എന്തിനേയും മാറ്റിമറിക്കാം എന്നുള്ളതാണ്. ഒരു കരുവാനെ ഒരു ദിവസം വിളിച്ചു രാജാവ്. എന്താ പണി? ഞാൻ ഇരുമ്പിൻ്റെ പണികളാണ്. ശരം ഉണ്ടാക്കാറുണ്ടോ? ഓ, ഉണ്ടാക്കിയിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ ഓർഡർ ഉണ്ടാവില്ല. അന്നപ്പം ഞാൻ ഓർഡർ തരാം. ഒരു ദിവസം എത്ര ഉണ്ടാക്കും? തിരുമനസ്സേ ഒരു 10 ഉണ്ടാക്കാം. 10 അല്ല, നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും 100 ഉണ്ടാക്കിക്കൊണ്ടിരാം. മനസ്സിലായില്ലേ? രാജകൽപ്പനയാണ്. പാവം ഇത് കേട്ടപ്പോൾ ഓടി. ഭാര്യ ചോദിച്ചു, കുട്ടികൾക്ക് ആരസാമ അങ്ങാടി പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട്, ഒന്നും വാങ്ങിയില്ല, വെറും കൈയോടെ വരണം. എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഗൗരവത്തിൽ ആലയിൽ പോയി തീയിട്ടു. വല്ലതുണ്ടോ? ആഹാരം വല്ലതായിട്ടുണ്ടോ? പഴഞ്ചോറുണ്ട്. അത് തിരികൊണ്ട അതെടുത്ത് അങ്ങോട്ട് കഴിച്ചു. സുഖമായിട്ട് നല്ലൊരു പിടി പിടിച്ചു. അതിനുശേഷം ആലയിൽ പോയിട്ട് നന്നായിട്ട് തീയിട്ട് ഒലയൊക്കെ അങ്ങോട്ട് ചൂടാക്കി കുറേ ഇരുമ്പ് പീസുകളെടുത്ത് അതിനെയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒരു 100 കട്ട് ചെയ്തുണ്ടാക്കി. എന്നിട്ടോ ഒന്നും കൂടി എക്സ്ട്രാ ഉണ്ടാക്കി. അതിനെ അങ്ങോട്ട് അട്ടിച്ച് പെരുക്കി നന്നാക്കിയിട്ട് 101 ശരം ഉണ്ടാക്കി. വൈകുന്നേരം അസ്തമനത്തിന് മുമ്പ് എന്നാ പറഞ്ഞു, 6:30 5:45 അവിടെ എത്തി. ആ കെട്ട് കൊണ്ടേ അഴിച്ചു. ഇതെന്താണോ കുറച്ച് കൂടുതലുണ്ട് തോന്നുന്നു. തിരുമനസ് 101 വെച്ചിട്ടുണ്ട്. അല്ല, എവിടെ തൻ്റെ വീട്? അത് രാജാവിന് കൗതുകം. എൻ്റെ വീട് പയ്യനടുത്താണ്. പയ്യനടുത്ത് എവിടെ? ഏനാനിമംഗലം അമ്പലത്തിൻ്റെ അവിടുത്തെ തൂക്കുപാലത്തിൻ്റെ തൂക്കുപാലം ഒന്ന് കടന്നിട്ട് തത്തെങ്കിൽ അവിടെ എത്തണ്ട. ഞാൻ പതിയെ വന്നിരുന്നല്ലോ. അപ്പോൾ രാജാവ് വരുമ്പോൾ എങ്ങനെ വരിക? ഘോഷങ്ങളോട് കൂടിയിട്ടാണ് അല്ലേ? പക്ഷേ ഘോഷങ്ങളായിട്ടാണ് തൻ്റെ വീടിൻ്റെ ആലയുടെ മുമ്പിൽ പോയതെങ്കിൽ പോലും ഇദ്ദേഹം അറിഞ്ഞില്ല. എന്താ കാരണം? മനസ്സിൻ്റെ ഏകാഗ്രത, ശ്രദ്ധ മുഴുവൻ എന്തിലായിരുന്നു? എണ്ണം തികച്ചിട്ട് പണി തീർത്ത് രാജാവിന് ഇത് നൽകണം എന്നതിലായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൃഢനിശ്ചയവും ചെയ്യുന്ന കർമ്മത്തിൽ ആത്മാർത്ഥതയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ അസാധ്യമായത് പലതും സാധിക്കും. മനസ്സിലായില്ലേ? സപ്താഹുണ്ടെന്ന് കേട്ടോ കുട്ടി? എന്താണെന്നറിയില്ല കുട്ടി. 10-11 മണിയാകുമ്പോൾ മഴയില്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂടല്ലേ? ഇപ്പോൾ എല്ലാ ഫാനും വർക്ക് ചെയ്യോ? ഇല്ല, ഫാനൊക്കെ ഉണ്ടാവും, ചിലത് തിരിയില്ല. എന്താ ഇപ്പം ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ വരാൻ തോന്നുമോ? ഇല്ല. അതേസമയം എന്തെങ്കിലും ആയിട്ട് കേൾക്കാമല്ലോ, പലതും പറയണമല്ലോ, പലതും നല്ലത് നമുക്ക് എടുക്കാനുള്ളത് ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ചില സമയത്ത് ചിലത് പഠിക്കാനായിട്ട് സ്വാമി പറയുമ്പോൾ നൈസിൽ റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല, അത് കേട്ട് പഠിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ സൂത്രങ്ങളാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് സാധിക്കുക. അപ്പം മനസ്സിൻ്റെ ഭാവനയാണ്. മഹാൻ ഭാവേന മഹത് ഭവതി. ഭാവന കൊണ്ട് എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അനാസ വന്നു കഴിഞ്ഞാലോ ആ വ്യക്തിക്ക് ഒന്നും സാധിക്കില്ല. നാളെ പിന്നെയെന്ന് വെക്കണവൻ അത് വെച്ചുകൊണ്ടേയിരിക്കും എന്നല്ലാതെ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് പോലും ഉയരാൻ സാധിക്കില്ല. ഉയർച്ച വേണമെങ്കിൽ കഠിനാധ്വാനം വേണം, അതിന് ഏകാഗ്രത വേണം, ആത്മാർത്ഥത വേണം, സമർപ്പണം വേണം എന്നൊരു പാഠന്മാരിൽ നിന്ന് പഠിച്ചു. കരുവാനിൽ നിന്ന്, ആ ശരമുണ്ടാക്കുന്നതിൽ നിന്ന് പഠിച്ചു. സർപ്പം എന്താണ്? വലിയ ബംഗ്ലാവൊന്നും ഉണ്ടാക്കില്ല. ഏതെങ്കിലും ജീവികൾ ഉണ്ടാക്കിയിട്ടുള്ളതിൽ പുള്ളിക്കാരൻ അവിടെ ബലമായിട്ട് കയറി കൂടി അങ്ങനെ താമസാവുമെന്ന് പറയുകയാണ്. അതേസമയം സപ്താഹമാണ് കേട്ടില്ല. അയ്യോ വരണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താ അറിയോ? ടൈൽസ് പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ വീട് പണി കഴിഞ്ഞാൽ അത് കുട്ടികൾ വന്നപ്പോഴേ പഴയ ടൈലൊരു ഇതല്ല, അതൊക്കെ അങ്ങനെ നരച്ചിരിക്കണം. ഇപ്പോൾ പുതിയ ടൈല് പറഞ്ഞു, ബെറ്റർ പെയ്ഡ് ഒട്ടിക്കുകയാണ് പറഞ്ഞു. അങ്ങനെ എന്നും ബെറ്റർ പെയ്ഡും ഗിറ്റർ പെയ്ഡുമായിട്ട് പോയിട്ട് എന്തായി? ഇതിങ്ങനെ പണിന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ അത് അനുഭവിക്കാനുള്ള ആയുസുണ്ടോ? ഇതമോരോന്നു ചിന്തിച്ചിരിക്കവേ ചതുപോകുന്നു പാപം ശിവ ശിവ. ചെറിയൊരു താമസസൗകര്യം, ചെറിയ ആവശ്യങ്ങൾ ഇങ്ങനെ കൂടുക. ബാക്കിയുള്ളത് വരുമ്പോൾ ഭഗവാൻ വരുമ്പോഴും അനുഭവിക്കാമല്ലോ. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ആയുസ്സും സമ്പാദ്യവും മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് ഇറക്കണ്ടെന്ന് പറയണു. എട്ടുകാലി പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. എത്ര തവണ വീണാലും വീണ്ടും അല്ലേ നൂലുകൊണ്ട് കൂട് കിട്ടിയിട്ട് അദ്ദേഹം വിജയിക്കുന്നു. പിന്നീടോ വേട്ടാളെന്ന് പറയും.
കുമ്മുക്കൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അതിന് സന്താനോൽപാദന ശേഷിയില്ല. ആ ചങ്ങായി എന്താ ചെയ്യാറിയോ, വേറെ ഏതെങ്കിലും ശലഭത്തിൻ്റെ പുഴുവിനെ മറ്റേ കൊണ്ടുവന്നിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ട് അതിനെ കൂട് കെട്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്തിരിക്കും. എന്നിട്ടോ മുഖാമുഖം നോക്കുമ്പോൾ ഈ ശലഭത്തിൻ്റെ മണ്ടയ്ക്ക് ഒരു കിഴുക്ക് കൊടുക്കും. കിഴുക്ക് കിട്ടി അത് പേടിയായി. പേടിച്ചിട്ട് എന്ത് ചെയ്തറിയോ, പേടി വരുമ്പോൾ കണ്ണിമ്പല്ലേ ചെയ്യാം. പക്ഷെ കണ്ണ് ചിമ്പുമ്പോഴും തന്നെ കൊട്ടിയ ആളെ പറ്റിയിട്ടുള്ള ചിന്ത വരുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് ആരെ പറ്റി? വേട്ടാളിനെ പറ്റി. വേട്ടാളിനെ പറ്റി തന്നെ ചിന്തിച്ചാൽ എന്താ ഉണ്ടാവുക? അവസാനം രൂപമാറ്റങ്ങൾ വന്ന്, മനസ്സിലായില്ലേ? ഇപ്പോൾ തിരുമാന്താംകുന്നിൻ്റെ അവിടെ പിന്നെ പരിയാനംപറ്റ അല്ലേ, പരിയാനംപറ്റ ക്ഷേത്രത്തിൽ ഷൂട്ടിംഗ് എടുത്ത സിനിമയാണ് മോഹൻലാലിൻ്റെ ദേവാസുരി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാവണപ്രഭു സെക്കൻഡ് പാർട്ട് ഇറങ്ങേണ്ടത് പറഞ്ഞു, ഭ്രമർ. അങ്ങനെ 4-5 സിനിമ ഇദ്ദേഹത്തിൻ്റെ കണ്ടപ്പോഴേക്ക് കേശവേട്ടൻ്റെ അവസ്ഥ എന്താ അറിയോ, വലത്തോറും ചെരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും വേറൊരു ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ശൈലികൾ നമ്മളെ ബാധിക്കുന്നു. പ്രേമസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ധ്യാനിച്ചാലോ നമ്മൾ സ്വയം പ്രേമസ്വരൂപരായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ അവസാനം വേട്ടാളിനെ പറ്റി ചിന്തിച്ച് സ്വയം ചിറകുകൾ മുളച്ച് വേട്ടാളനായിട്ട് മാറുന്നു. ഇങ്ങനെ 24 ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ അനേകം പഠിച്ചു. പിന്നെ കാണുന്നതൊക്കെ ഗുരുക്കന്മാരെന്നെ, ഞാൻ ഓരോന്നിൽ നിന്നും ഓരോന്ന് പഠിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പഠിപ്പ് എന്നത് അവസാനിക്കുന്നില്ല. നല്ലൊരു പണ്ഡിതൻ, നല്ലൊരു ജ്ഞാനി, നല്ലൊരു ശ്രദ്ധാലു, നല്ലൊരു വിദ്യാർത്ഥിയും കൂടി ആയിരിക്കണം. അവർക്കേ വളരാൻ സാധിക്കൂ എന്ന് പറയാം. ഏതായാലും ഈ കഥകളൊക്കെ കേട്ട സന്ദർഭത്തിൽ ആത്മബോധമുണ്ടായിട്ട് ഈ ശരീരം എന്നത് തന്നെ വലിയൊരു പ്രാരബ്ധമാണ്. സത്യത്തിൽ ഇതിനകത്ത് ഇരിക്കുന്നത് ഒരു അസ്വാതന്ത്ര്യമാണ്. ഏറ്റവും വലിയ സ്വാതന്ത്ര്യം എപ്പോഴാ? വിട്ടുപോകുമ്പോഴാ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പരീക്ഷിത്ത് മഹാരാജാവിന് ധൃതിയായി. എന്താ സന്ധ്യാവാത്തത്? തക്ഷകൻ വന്നാ വേണ്ടില്ലായിരുന്നു. എന്താ അത്? കിട്ടേണ്ടത് കിട്ടി, അറിയേണ്ടതറിഞ്ഞു. അതിനുള്ളതാണ് ഈ ദേഹം, ജീവൻ എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ശാപം ഫലിക്കട്ടെ എന്ന് സ്നേഹത്തോടു കൂടിയിട്ട് മരണത്തെ ക്ഷണിച്ചു. അറിവുണ്ടാവുമ്പോഴാണ് നമ്മൾക്ക് മരണത്തിൽ ഭയമില്ലാതിരിക്കുക, അല്ലേ? എത്ര ആൾക്ക് സാധിക്കും? ജനുവരി 31 കാര്യങ്ങൾ കഴിഞ്ഞു, കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, വീട് പണി കൊടുത്തു, എല്ലാവർക്കും വേണ്ട സൗകര്യങ്ങൾ പാർട്ടീഷൻ കഴിച്ചു. ഇനിയിപ്പോൾ എന്താ കാല ഒന്ന് വരുമോ? ആർക്കെങ്കിലും അങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ ഉള്ളിൽ ആ മമതാബന്ധം വിട്ടിട്ടില്ല എന്ന് പറയുകയാണ്. സത്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് മുക്തരാവാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് നിർവൃതി എന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അനായാസേന അദ്ദേഹത്തിൻ്റെ ജീവാത്മാവൊക്കെ എന്നേ എത്തിക്കഴിഞ്ഞിരിക്കണു. കാരണത്തിന് വേണ്ടിയിട്ട് ഒന്ന് ദംശിച്ചു. പരീക്ഷിത്ത് സത്സംഗം കൊണ്ട് ശുഗബ്രഹ്മർഷിയുടെ ഉപദേശം കൊണ്ട് മുക്തിപഥത്തെ പ്രാപിച്ചു എന്ന് പറയണം. അതിനുശേഷം മാർക്കണ്ഡേയന് ഭഗവാൻ പ്രളയത്തെ കാണിച്ചു കൊടുത്തു. മാർക്കണ്ഡേയ മുനിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു. ഭഗവാൻ മഹാപ്രളയമുണ്ടാക്കി. അതിനകത്തോ ഒരു മരം ഇങ്ങനെ മുഴുവൻ മുങ്ങാതെ നിന്നിരുന്നു. അതിൽ നിറയെ മുന്തിരിക്കൊലകളുമാതിരി തൂങ്ങണു. അതിൻ്റെ അടുത്തേക്ക് നീന്തി പിടിച്ചെത്തിയപ്പോൾ എന്താ അറിയോ, ആ മുന്തിരിക്കൊലകളെമാതിരി കാണുന്നത് മുഴുവൻ കൃഷ്ണന്മാരാ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. അങ്ങനെയുള്ള ആ ഭഗവാനെ കണ്ടിട്ട് ആ ഉണ്ണിക്കുട്ടനെ അടുത്ത് കണ്ടപ്പോൾ ആ ദൂരത്തുനിന്ന് കാണുന്ന മാതിരിയല്ല, ആള് വലിപ്പുണ്ട്. ഭഗവാന്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറി മൂപ്പര്. ഉണ്ണിക്കണ്ണൻ്റെ മൂക്കിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് ഹൃദയവും കാര്യങ്ങളും മറ്റു ഭാഗങ്ങളും പ്രപഞ്ചം മുഴുവൻ ഉള്ളിൽ കണ്ടു. അവസാനം ഇപ്പുറത്തെ മൂക്കിൽ കൂടെ പുറത്തു പോകുന്നു. അങ്ങനെ 2-3 ആവർത്തി ഉണ്ടായി. മനസ്സിലായില്ലേ? അവസാനം കണ്ണ് പിടിച്ചു നോക്കുമ്പോഴോ ഒന്നുമില്ല. താൻ തൻ്റെ പർണശാലയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊരു ഭ്രമം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ സത്യവാന്മാർക്ക് എന്നും സത്യയുഗം പോലെ സ്ഥിരാനുഭവം ഉണ്ടാവും. മറ്റതൊക്കെ മായയുടേതായിട്ടുള്ള ഭ്രമങ്ങളാണ് എന്നൊരു ബോധം അദ്ദേഹത്തിന് ഉറച്ചു. ശ്രീ പരമേശ്വര പാർവതിമാർ അദ്ദേഹത്തിന് ദർശനം കൊടുത്തുകൊണ്ട് പുരാണകർത്താവായിട്ട് തീരാൻ അനുഗ്രഹിക്കുകയും ചെയ്തു പറയാണ്. ഇനി നമുക്കത് 12-ാം അധ്യായമാണ്. ഭാഗവത സമർപ്പണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.